ടാർഗറ്റ് ചെയ്തത് എങ്ങനെ വേദനിപ്പിച്ചിട്ടായാലും ഗ്യാപ്പ് ഉണ്ടാക്കുക, നെക്സ്റ്റ് ബോൾ അതിൽ കൊള്ളിക്കുക. അപ്പം ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അത് അയാളുടെ പ്ലാനാണ്. അതിനെ വേറൊരു ലെവലിലേക്ക് പേഴ്സണൽ ദേഷ്യം ഉണ്ടെങ്കിൽ അത് അവർക്ക് ചെയ്യാം. വേറെ ഒരു 2 ലേഡീസിൻ്റെ മാറ്റർ ഇട്ടിട്ട് ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ എല്ലാ പ്രാവശ്യവും ഞാനിത് ശശി അങ്ങനെയല്ല അറിഞ്ഞേ, ആയിരിക്കാം, എല്ലായിരിക്കാം, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ വായ തുറന്ന് പറയും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്, അത്രേ ഉള്ളൂ. അവർക്ക് എങ്ങനെ വേണേൽ വിചാരിക്കും. ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു വാക്ക്, 1-2 വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായില്ലേ? അത് ഞാൻ ഇന്നലെ ചോദിക്കുകയും ചെയ്തു. പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കണ്ട, മനസ്സിലായില്ലേ? പേഴ്സണൽ ഗ്രഡ്ജ് എന്നൊരു വേർഡ് കൊണ്ടുവന്നൊരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാത്തിലും പേഴ്സണൽ ഗ്രഡ്ജ് എന്നൊരു വാക്ക് ഉപയോഗിക്കുള്ളൂ. ഇവിടെ ഒന്നും പേഴ്സണലി കളിക്കാൻ വന്നവരല്ല, ഇൻഡിവിജ്വലി കളിക്കാൻ വന്നവരാണെന്ന് പറയുന്നുണ്ട്. എല്ലാവരും പേഴ്സണലി കളിക്കുന്നുമുണ്ട്. പേഴ്സണലും കളിക്കുന്നുണ്ട്, ടീമായിട്ട് കളിക്കുന്നുണ്ട്. ടീം ഇവിടെ അല്ല, ഇതിന് വെളിയിലാണ് ടീം. അതാണ് ബിഗ് ടീം. ഈ ടീമല്ല ഇവിടുത്തെ, ഇവിടെയുള്ള ടീംസ് അല്ല ടീം. മനസ്സിലായോ? വെളിയിലൊരു ടീമുണ്ട്, ആ ടീമാണ്. അവരാണ് ഗെയിം നോക്കുന്നത്, നിയന്ത്രിക്കുന്നത്, അവരാണ് തീരുമാനിക്കുന്നത്. ബിഗ് ബോസ് അതനുസരിച്ച് നമുക്ക് പറഞ്ഞു തരും, നമുക്ക് ഐഡിയാസ് പറഞ്ഞു തരും. വേണോ വേണ്ടേ ചെയ്യണ്ടേ നമ്മുടെ ഇതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലേ. അവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗെയിം മാറ്റാനുള്ള വഴി ഞാനും നോക്കും, അവരെ മാറ്റാതിരിക്കാൻ നോക്കും, ഞാൻ മാറ്റാൻ നോക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഗെയിമാണെങ്കിൽ ഞാനതൊരിക്കലും മാറ്റാൻ നോക്കില്ല. എൻ്റെ ഗെയിമിൽ തന്നെ ഞാൻ അവർ മാറ്റി പിടിക്കട്ടെ. ഞാൻ ഗെയിം മാറ്റാൻ നോക്കുന്നതെന്ന് പറയുന്നത് കളി ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം, ഞാനത് പറയും. അതിനെനിക്ക് ചാൻസ് നോക്കേണ്ട ആവശ്യമില്ല, പറയും. നെക്സ്റ്റ് മൊമെൻറ്റിൽ പറയും. എനിക്ക് പറയാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. ഞാൻ പറയും. എല്ലാം ഇക്വേഷൻസ് ചേഞ്ച് ചെയ്യണമെന്ന് ഇന്നലെ പറഞ്ഞ പോലെ ഫുൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്വേഷൻസ് മാറ്റുന്നത് പലരും പാനിക്കാവുമ്പോഴാണ്. പേടിച്ചു തുടങ്ങി, ആരൊക്കെയോ എന്തിനെയൊക്കെയോ പേടിച്ചു തുടങ്ങി. ആ പേടി അവരെ തെറ്റായ തീരുമാനങ്ങൾ എത്തിച്ചേക്കാം, ചിലപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എത്തിച്ചേക്കാം. ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ദെയർ where we are. അവിടെ റൂട്ടായിട്ട് നിന്നാൽ പ്രശ്നമില്ല. എനിക്ക് നേരത്തെ ആ ബ്രേക്ക് ഡൗൺ വന്നത് നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മറ്റേ ആ ഒരു രീതിയിൽ ഇപ്പോൾ 2 ദിവസം മുമ്പുള്ള രീതിയിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എന്നെ കറക്റ്റ് ടൈമിലാണ് എനിക്ക് ഹെൽപ്പ് കിട്ടിയത്. എനിക്ക് വേണ്ടിയിട്ട് ആരും ഇങ്ങനെ എൻ്റെ അച്ഛൻ